വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു. ഷോർട്ട് വീഡിയോസ് ആണെങ്കിലും പഴയ വീഡിയോസൊക്കെ ജസ്റ്റ് എല്ലാവർക്കും വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടാതെ പോകണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ദിവസം ഇട്ടുകൊണ്ടിരുന്നതാണ് കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് ഭയങ്കരമായ മെൻ്റലി ഭയങ്കരമായ ഡ്രോമയിലൂടെയും എനിക്കറിയത്തില്ല ഞാൻ ഏതൊക്കെ ചിന്താഗതിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കണതെന്നൊന്നും അറിയത്തില്ല. ആകെപ്പാടെ മൊത്തത്തിൽ ഞാൻ അതിലോ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു 12 വർഷം മുമ്പേ തന്നെ ചിന്തിച്ച ഒരു കാര്യം ഇപ്പം സംഭവിച്ചുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ. 12 വർഷം മുമ്പേ കർമ്മ ഈസ് ബൂമറാങ് എന്നും പറഞ്ഞുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യം ഇപ്പോൾ ഇങ്ങനെ നമ്മുടെ കൺമുന്നിലൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ 2 ദിവസമായിട്ട് ലോങ് വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു. ഷോർട്ട് വീഡിയോസ് ആണെങ്കിലും പഴയ വീഡിയോസൊക്കെ ജസ്റ്റ് എല്ലാവർക്കും വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടാതെ പോകണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ദിവസം ഇട്ടുകൊണ്ടിരുന്നതാണ് കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് ഭയങ്കരമായ മെൻ്റലി ഭയങ്കരമായ ഡ്രോമയിലൂടെയും എനിക്കറിയത്തില്ല ഞാൻ ഏതൊക്കെ ചിന്താഗതിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കണതെന്നൊന്നും അറിയത്തില്ല. ആകെപ്പാടെ മൊത്തത്തിൽ ഞാൻ അതിലോ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു 12 വർഷം മുമ്പേ തന്നെ ചിന്തിച്ച ഒരു കാര്യം ഇപ്പം സംഭവിച്ചുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ. 12 വർഷം മുമ്പേ കർമ്മ ഈസ് ബൂമറാങ് എന്നും പറഞ്ഞുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യം ഇപ്പോൾ ഇങ്ങനെ നമ്മുടെ കൺമുന്നിലൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു സങ്കടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രാണിയുടെ 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നല്ലോ, ചോട്ടു മോട്ടു. നമ്മൾ ചോട്ടു മോട്ടു എന്നൊക്കെയാണ് നമ്മൾ പേരിട്ട്. അപ്പോൾ അതിൽ ചോട്ടുവിനെ ആരാണ്ട് പിടിച്ചോണ്ട് പോയി. ഒരു ദിവസം നോക്കിയപ്പോൾ ചോട്ടുവിനെ കാണാനില്ല. ഈ 2 പിള്ളേരും കൂടെ പെരപ്പുറത്ത് കയറി കിടക്കുന്നതാണ്, ടെറസിൽ 2 പിള്ളേരും കൂടെ കയറി കിടക്കുന്നതാണ്. അതിൽ പ്രാണീനെ പോലെ തന്നെ ഇരിക്കുന്ന കുഞ്ഞുണ്ടായിരുന്നല്ലോ, അത് വളരുമ്പോൾ നമുക്ക് 2 അമ്മേനെ മോനെയും കൂടെ നടത്തിയിട്ട് വലിയ പൂച്ചകളായിട്ട് നിൽക്കുന്ന വീഡിയോസൊക്കെ എടുക്കാം എന്നൊക്കെ ഓർത്ത്. അത് മാത്രമല്ല, അതിൻ്റെ കൂടെയുള്ള കുഞ്ഞിനെ അതിൻ്റെ ഇണക്കുഞ്ഞുമായിട്ട് അവർ എപ്പോഴും ഇങ്ങനെ കൂട്ടുകൂടി എപ്പോഴും അടി ഉണ്ടാക്കും. 2 ആമ്പിളരുണ്ട്, എപ്പോഴും അടി ഉണ്ടാക്കും, എപ്പോഴും കളിച്ച് കിടക്കും, മോളിക്കടെ എല്ലാം തുള്ളി കളിച്ച് കിടക്കും. പക്ഷേ ഈ റോഡരികെ ആയതുകൊണ്ട് ആ മാടിൻ്റെയൊക്കെ സൈഡിൽ, ആ മതിലിൻ്റെ സൈഡിലൊക്കെ പോയി നിൽക്കും. അവിടെ നിന്ന് ആരോ പിടിച്ചോണ്ട് പോയി. അതിനെ കാണാൻ നല്ല സുന്ദരനായിരുന്നല്ലോ, പിടിച്ചോണ്ട് പോയോരോ ഗതി പിടിക്കില്ല. സത്യം പറയാം, എനിക്ക് അത്രയ്ക്ക് വിഷമമുണ്ട്. കാരണം നമ്മൾ പല നാട്ടിലും ചെല്ലുമ്പോൾ നമ്മൾ ഒരുപാട് പൂച്ചകളെ കാണാറുണ്ട്, നമുക്ക് ഇഷ്ടപ്പെടാറുണ്ട്. അപ്പം ഞാൻ പറയും, ചേട്ടൻ നമുക്ക് അടിച്ചു മാറ്റാൻ ചേട്ടാ എന്നൊക്കെ പറയും, തമാശയ്ക്ക് പറയുന്നത്. നമ്മളങ്ങനെ എടുക്കത്തില്ല, കാരണം ഓരോ വീട്ടുകാർ ഓമനിച്ച് വളർത്തുന്നതൊക്കെ ആയിരിക്കത്തില്ലേ. അപ്പം അങ്ങനെ എടുക്കാൻ കൊള്ളാവോ? അത് മോശമല്ലേ? അത് മാത്രമല്ല, പ്രാണിക്ക് ഭയങ്കര വിഷമം, കൂടെയുള്ള കുഞ്ഞിനും വിഷമം. കാരണം ആ കുഞ്ഞ് പാല് കുടിച്ചോണ്ടിരുന്ന കുഞ്ഞാത്. അവർ 2 പേരും കൂടെ അമ്മയുടെ അടുത്തപ്പോൾ ഞങ്ങൾ അതുങ്ങളെ കൂട്ടി പിടിച്ചിട്ട് വളർത്തിയിട്ട് അതിനെ ഒന്ന് തുറസായിട്ടൊന്ന് അടിച്ചു വിട്ടത്. അന്നത്തേക്കും അതിനെ പിടിച്ചോണ്ട് പോയി. എന്തൊരു ഗതികേടാന്ന് നോക്കുക, അത് എന്തൊരു ആൾക്കാരാന്ന് നോക്കുക. എനിക്കത് ഭയങ്കരമായ വിഷമമായിപ്പോയി. നിനക്ക് വിഷമമില്ലേ? ചേട്ടന് വിഷമമില്ലേ? ഇങ്ങനെ കാണിച്ചാരും കാണൂല, അതൊന്ന് പറഞ്ഞാലേ കാണുള്ളൂ. ഭയങ്കര സങ്കടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വാതിൽ തുറന്ന് ഇറങ്ങുമ്പോഴൊക്കെ നോക്കും അത് എവിടെയെങ്കിലും ഉണ്ടോ, അത് എവിടെയെങ്കിലും മാറി നിന്നിട്ട് ഓടിപ്പാഞ്ഞ് വരുവാണോ എന്നൊക്കെ നോക്കും. പക്ഷെ ഇല്ല, അതിനെ പിടിക്കാൻ എളുപ്പമായിരുന്നു. ചോട്ടുവിനെ പിടിക്കാൻ ഭയങ്കര എളുപ്പമായിരുന്നു. മോട്ടുവിനെ പിടിക്കാൻ ഇച്ചിരി പാടാണ്, അവൻ അങ്ങനെ പിടുത്തം തരത്തില്ല. പക്ഷെ ചോട്ടു അങ്ങനെയല്ല, അവനെപ്പോഴും ഞാൻ ഇങ്ങനെ എടുത്ത് പിന്നാരിച്ച് അവനെ ആരും പിടിപ്പിക്കും. അവനെ എടുക്കാൻ എളുപ്പമായിരുന്നു. എൻ്റെ പ്രാണിയുടെ കുഞ്ഞുങ്ങളെ ആരെങ്കിലും അങ്ങനെ ചെയ്യാൻ കൊള്ളാവോ? ഭയങ്കര വിഷമായിപ്പോയി ആ കാര്യം. പിന്നെ കർമ്മ ഈസ് ബൂമറാങ്, അത് നമ്മൾ അടുത്ത ദിവസം നമ്മൾ വേറൊരു വീഡിയോയിലൂടെ അത് പറയുന്നതായിരിക്കും കേട്ടോ. കാരണം നമ്മൾ എന്തൊരു പ്രവൃത്തി ചെയ്താലും അത് അവസാനം ഒന്ന് തിരിച്ചു വരും. പിന്നെ എന്നെ ഒരുപാട് മെൻ്റലി ടോർച്ചർ ചെയ്ത 12 വർഷങ്ങൾക്ക് മുമ്പ് മെൻ്റലി ടോർച്ചർ ചെയ്തവരുടെയൊക്കെ 12 വർഷത്തിന് ശേഷം ഇവരുടെയൊക്കെ ലൈഫ് സ്റ്റൈലും ജീവിത രീതിയും എല്ലാം മാറിപ്പോയതും അവർക്ക് അതിൻ്റേതായ തിരിച്ചടികളും ഒക്കെ ആയിട്ടുള്ള, പിന്നെ ആൻസിനുണ്ടാകുന്ന വിഷമങ്ങളും അവനും കുറച്ച് സങ്കടമൊക്കെ തോന്നിയ കാര്യങ്ങളും അല്ലേടാ? അങ്ങനെ കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായി. അപ്പം പിന്നെ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവൻ്റെ കാര്യം എന്ന് വെച്ചാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ പപ്പ പറയും, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് വീടുണ്ടാക്കിയത്, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ് സ്ഥലം വാങ്ങിയത്. എൻ്റെ കൊച്ചിനേതായാലും അങ്ങനെ ഒരു ഗതികേട് വരില്ല, ഒന്നുമില്ലാതെ വേറൊരു വീട്ടിൽ കിടക്കേണ്ടുന്ന ഗതികേടൊന്നും കൊച്ചിന് വരില്ല. അപ്പം അതൊക്കെ നോക്കി ഞാൻ സ്ഥലവും വീടൊക്കെ വാങ്ങിക്കഴിഞ്ഞാണ് ഞാൻ കല്യാണം കഴിച്ചത്. അപ്പം പിന്നെ എൻ്റെ കല്യാണത്തിന് ഓടി നടക്കാനൊന്നും എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ പപ്പ ജോജോ പപ്പ പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ കല്യാണത്തിന് ഓടി, അപ്പോൾ ഇവൻ്റെ കല്യാണം ആകുമ്പോഴത്തേക്ക് ഓടി നടക്കാൻ ഞാനുണ്ടാകും. ഞാനല്ല, ആ പപ്പ ജോജോ പപ്പ ഉണ്ടാകും. അപ്പോൾ എൻ്റെ കൊച്ചിന് അങ്ങനെയൊന്നും വരത്തില്ല, എൻ്റെ കൊച്ചിനങ്ങനെ
വാടക വീടുകളിൽ കൂടെ ഒന്നും മാറി കിടക്കേണ്ടുന്ന അവസ്ഥ വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അവസാനം കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്ടിൽ നിന്ന് കയ്യും പിടിച്ച് അങ്ങോട്ട് ഇറക്കി വിടായത്. ബിന്ദുവും കൊച്ചു വീട്ടിലേക്ക് കയറാൻ പറ്റില്ല എന്നെന്ന് അമ്മ പറഞ്ഞു. കാരണം അന്ന് കുറേ ആളുകളൊക്കെ അന്ന് കൂടെ ഉണ്ടായിരുന്നതാണ്. അമ്മയുടെ കൂടെ കുറേ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സപ്പോർട്ടിൽ പിൻബലത്തിൽ തെറ്റിദ്ധാരണകളിലും ഒക്കെ ആയിരിക്കാം അന്ന് അങ്ങനെ പറഞ്ഞ്. അതിനുശേഷം ജോജച്ചേട്ടൻ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഇവൻ വളർന്നു വന്നത്. വാടക വീടുകൾ മാറി വേറെ വീടുകളുടെ ഒരുപാട് കുത്തുവാക്കുകൾ കേട്ട് വാടകയ്ക്ക് കിടക്കുന്ന ഒരു കുട്ടി എന്നുള്ള ലേബലിലേക്ക് ഇടിച്ച് താഴ്ത്തപ്പെട്ട് ഒക്കെ ആയിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ വാടകയ്ക്ക് കിടക്കുന്നൊന്നും ഞാൻ ഒരിക്കലും ഓർത്തിട്ടില്ല കേട്ടോ. പക്ഷേ ജീവിത രീതികൾ അങ്ങനെ മാറി. അന്നെൻ്റെ വീട് വിറ്റ് കെട്ടിച്ച് നല്ല രീതിയിൽ കാശും തന്നു സ്വർണം തന്നെല്ലാം കെട്ടിച്ചിട്ട് അതിന് ജോജച്ചേട്ടൻ്റെ ചോദിച്ചാൽ തന്ന പൈസ എന്തായിരുന്നു. ഇപ്പം ഒരു വീടിൻ്റെ പണി ഒത്തിരി തീരാനുണ്ടായിരുന്നു. ആ വീടിൻ്റെ പണിയിലേക്കൊക്കെ എടുക്കുകയായത് ടൈലിടാനും ജനലിന് ഗ്ലാസ് പിടിപ്പിക്കാനും ഒക്കെ ആയിട്ടാണ് എടുത്തുന്നൊക്കെ അന്ന് ജോജച്ചേട്ടൻ പറഞ്ഞു. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കിടപ്പാടം ഇല്ലാതാക്കിയിട്ട് വേറൊരു വീട് പണിതുണ്ടാക്കിയിട്ട് ഞങ്ങൾ വീണ്ടും വാടകയ്ക്ക് കിടക്കേണ്ടുന്ന അവസ്ഥ. ഈ കൊച്ചൊക്കെ ഒത്തിരി വാടകയ്ക്ക് കിടന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒത്തിരി അനുഭവിച്ചതാണ് കേട്ടോ. ഒത്തിരി അനുഭവിച്ചതാണ് ഇവൻ. ഇവന് സ്വന്തമായിട്ടൊരു വീട്ടിൽ കിടന്നതിൻ്റെ ഒരു മെമ്മറിയൊന്നും ഇവനില്ല അല്ലടാ. സ്വന്തം വീട്ടിൽ കിടന്നതിൻ്റെ മെമ്മറി ഇല്ലല്ലോ. നീ ഒത്തിരി വിഷമിച്ചതല്ലേ വല്ലവരുടെ വീട്ടിൽ കിടന്ന് അല്ലടാ പറയടാ. ഒത്തിരി കരഞ്ഞിട്ടുണ്ട് ഇവൻ. ഒരുപാട് ഇവൻ കരഞ്ഞിട്ടുമുണ്ട് മറ്റുള്ളവരുടെ വീട്ടിൽ. ഇപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പം നമ്മുടെ സ്വന്തം വീടാണെങ്കിൽ ഒരു ഭിത്തിയിലൊരു പേന എടുത്ത് വരയ്ക്കുമോ എന്തെങ്കിലും ചെയ്താലും നമുക്ക് ആരെയും ബോധിപ്പിക്കണ്ട. ചെറിയ പ്രായത്തിൽ കുഞ്ഞു പ്രായത്തിൽ 1.5 വയസ്സിൽ ജോജച്ചേട്ടൻ മരിച്ചതാണ്. അന്ന് മുതൽ ഇങ്ങനെ കാണുന്ന. അപ്പോൾ ആ ഒരു പ്രായത്തിലൊക്കെ അപ്പോൾ അവനെ ഓർമ്മ വെച്ച നാൾ മുതൽ ഇവൻ കേട്ടുകൊള്ളുന്നപ്പോൾ എന്തെങ്കിലും വരയ്ക്കാൻ വല്ലവരുടെ വീടാണ് കേട്ടോ, ഭിത്തിയിലൊന്നും വരച്ചേക്കരുത്. അങ്ങനെ വല്ലവരുടെ വീടാണ് നമ്മളോട് കാശ് കൊടുത്ത് കിടക്കുവാണ് എന്നുള്ള രീതിയിൽ അങ്ങ് പറഞ്ഞ് ഇതൊക്കെ വാഴക്ക ചേട്ടൻ്റെ വാഴക്കട പശി കൊത്തി തിന്നെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് കിടക്കുക. അപ്പോൾ അങ്ങനെ ഒരുപാട് വിഷമിച്ച് ആൻസൂട്ടൻ ഒരുപാട് വിഷമിച്ച് ജീവിച്ചതാണ്. ആ ഒരു മെൻ്റലി ട്രോമയുടെ ഇടയ്ക്കേക്ക് ഇനി ആ ഒരു ട്രോമയിൽ നിന്നും കയറി നമ്മളിങ്ങ് വന്നതേ ഉള്ളൂ. ഇവിടെ ഇരിക്കണം അതിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്ര പൊക്കി വെച്ചത്. ആ ഒരു അന്നേരം പിന്നെ വീണ്ടും അതിൻ്റെ കാര്യം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുമ്പം നമുക്ക് പിടിവിട്ടു പോകും. അപ്പോൾ എന്താണ് കാര്യം എന്നൊക്കെ നമ്മൾ അടുത്ത ദിവസം പറയുന്നതായിരിക്കും കേട്ടോ. ഇപ്പം ഇതാണൊരു സസ്പെൻസിൽ നിർത്തിയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ ബുദ്ധിമുട്ടി ഇപ്പോഴും റെൻറ്റിനൊക്കെ താമസിക്കുന്നവരുടെ ബുദ്ധിമുട്ടുകൾ എന്നാണ് ദൈവമേ സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കാൻ പറ്റുക, എന്നാണ് സ്വന്തമായിട്ട് വീട്ടിൽ കിടക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് കമൻ്റ് ഇടുന്നതൊക്കെ പല വീഡിയോസിനും വേറെ പലരുടെയും വീഡിയോസിനൊക്കെ കമൻ്റ് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അന്നേരം ആ അവസ്ഥ എന്തായിരിക്കും, അവരുടെ മാനസികാവസ്ഥ, അവരുടെ ചിന്താഗതി എന്തായിരിക്കും എന്നൊക്കെ എനിക്ക് അന്നേരം ഊഹിക്കാൻ പറ്റും. അവരുടെ വിഷമങ്ങൾ എന്താണെന്നൊക്കെ നമുക്കറിയാൻ പറ്റും. നമ്മളത് സിറ്റുവേഷനിലൂടെ കടന്നു വന്നതായതുകൊണ്ട് ആ സിറ്റുവേഷനിലൂടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന മെൻ്റലി ഉണ്ടാകുന്ന ഡിപ്രഷനും ട്രോമയും ഒക്കെ ഇവൻ അനുഭവിച്ചത് കണ്ടതിലൂടെ അതും എനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ നിന്നെല്ലാം തരണം ചെയ്ത് ഇപ്പം ഇങ്ങെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും 12 വർഷം പിൻപേയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വീണ്ടും അപ്പം ഞാൻ അന്നത്തെ കാലത്തൊക്കെ ചിന്തിക്കുമായിരുന്നു. അന്നപ്പം ഒരുപാട് പേരുടെ സപ്പോർട്ട് കൊണ്ടൊക്കെ ബിന്ദു കൊച്ചും കൊണ്ട് കയറണ്ടെന്നൊക്കെ അന്ന് അമ്മ പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു, വർഷങ്ങൾ കഴിയുമ്പോൾ അമ്മയ്ക്കൊക്കെ പ്രായമാകുമ്പോൾ ആര് നോക്കും, എന്താകും അവസ്ഥ. ഞാനൊന്നും ഒരിക്കലും ആ ഒരു വീട്ടിൽ നിന്നൊന്നും ഞാൻ പോരാൻ തീരുമാനിച്ച വ്യക്തിയൊന്നും ആയിരുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ, അപ്പോൾ അമ്മയുടെ കൂടെ നിൽക്കാം എന്നുള്ള ഒരു ഇതിലാണ്. പക്ഷേ ഹസ്ബൻഡ് മരിച്ച് ജോജച്ചേട്ടൻ മരിച്ച 10ാമത്തെ ദിവസം അവിടെ നിന്ന് തല്ലി ഇറക്കുക ചെയ്തത്. സത്യം ഇങ്ങനെ എല്ലാവരും കൂടെ കൂടി വന്നിട്ട് കേവലം എന്തിനാ ഞാൻ എപ്പോഴും ചിന്തിക്കും. കാരണം അന്നൊക്കെ ക്ലെയിമിൻ്റെയൊക്കെ അഡ്വക്കേറ്റുമാരുടെ ക്ലർക്കുമാരൊക്കെ വീട്ടിൽ വരുമ്പോൾ ഭാര്യ എന്നുള്ള നിലയ്ക്ക് നമ്മളോട് അവർ സംസാരിക്കും, ഞങ്ങൾക്ക് ക്ലെയിം തരണം, അവർക്ക് ക്ലെയിം കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കും. അപ്പോൾ അന്നുള്ളവർ ചിന്തിച്ചാൽ എന്തായിരിക്കും, കുറേ കോടികളും ലക്ഷങ്ങളെല്ലാം നമുക്ക് കിട്ടും. അപ്പം ഇവൾക്ക് കിട്ടും, ഇവൾ അതുകൊണ്ട് പോകും എന്നുള്ള രീതിയിലൊക്കെയാണ് അന്ന് എങ്ങനെയെങ്കിലും എന്നെ അവിടെ നിന്ന് ചാടിച്ചു വിടാനും ഒഴിവാക്കാനുമായിട്ട് ഇല്ലാത്ത കാരണങ്ങളൊക്കെ ഉണ്ടാക്കി. എന്നിട്ടും ഇല്ലെന്നറിഞ്ഞപ്പം കൈക്കരുത്തും മാനസികമായിട്ടുള്ള ആദ്യം മാനസികമായിട്ട് തളർത്താൻ നോക്കി, അതിനുശേഷം കായിക ബലത്തിന് തളർത്താൻ നോക്കി. 1.5 വയസ്സുള്ള കൊച്ചിന് ഇന്നാണെങ്കിൽ പിന്നെ ഇവനൊന്ന് എതിർത്തൊക്കെ നിന്ന്. ഇന്നാണെങ്കിൽ നീ എതിർക്കില്ലടാ, അവിടെ നിന്ന് ചാടിച്ചു വിടാൻ നോക്കുമ്പം നീ നേരെ ഒന്നും അറിയില്ല, എൻ്റെ പപ്പയുടെ വീടാ അതൊന്നും അറിയില്ലായിരുന്നോ. അപ്പം അന്ന് എനിക്ക് അവിടെ നിന്ന് പോരേണ്ടുന്ന ഒരവസ്ഥ വന്നു. അങ്ങനെ ഞാൻ പോന്നു. എന്നിട്ട് അതിനുശേഷവും പിന്നീട് നമ്മൾ വണ്ടിയൊക്കെ വിളിച്ച് അവിടെ സെമിത്തേരിയിലൊക്കെ പോകും, ഇവിടെ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ച് നമ്മൾ പോകും. അവസാനം അവർ അവൾ ഒരു ഓട്ടോറിക്ഷക്കാരനെ കെട്ടി, അവൻ്റെ ഓട്ടോറിക്ഷയിൽ വന്നേന്നൊക്കെ അങ്ങനെ പറഞ്ഞ് കേട്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടൊക്കെ ഉണ്ട്.
ഭയങ്കര രസവും ഭയങ്കര കോമഡിയൊക്കെ ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ സത്യം പറഞ്ഞ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ തീരുമാനിച്ചത് തന്നെ. എന്നെക്കുറിച്ച് പല നുണപ്രചരണങ്ങളും അപവാദങ്ങളൊക്കെ പറഞ്ഞു കേട്ടപ്പോഴാണ് ഞാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വരാൻ തീരുമാനിച്ചത്. ഞാൻ 24 അവേഴ്സും അത് ഉറങ്ങുന്ന ടൈം ഒഴിച്ച് ബാക്കി ഒരുപാട് ഫേസ്ബുക്കിലാണെങ്കിലും ഒരുപാട് പോസ്റ്റ് ഇടുമായിരുന്നു. നമ്മുടെ ലൈഫ് സ്റ്റൈല് ഡെയിലി കാണിക്കുമായിരുന്നു. ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് കാണിക്കുമായിരുന്നു. നമ്മൾ എവിടെ പോയാലും ഞാൻ വീടിന് വെളിയിൽ ഇറങ്ങുന്നത് ഫോണും പിടിച്ചോണ്ടായിരിക്കും. വീഡിയോ എടുത്തിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ പിന്നെ ആർക്കും പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണ് സത്യത്തിൽ ഞാൻ സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു വരുന്നത്. എൻ്റെ ശത്രുക്കളാണ് എൻ്റെ ശത്രുക്കളല്ല, എന്നെ ശത്രുവായിട്ട് കണ്ടവരുടെ കാരണം മൂലമാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അന്നും ഞാൻ ചിന്തിച്ച കാര്യം ഉണ്ടായിരുന്നു, കർമ്മ ഈസ് ബൂമറാങ്. എപ്പോഴും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അതേപടി നമുക്ക് തിരിച്ചു കിട്ടും. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അത് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് അനുഭവിച്ചേ നമ്മൾ കടന്നു പോകത്തുള്ളൂ. അതിപ്പം വൺ ബൈ വൺ ആയിട്ട് പ്രത്യേകിച്ചും എന്നെ ദ്രോഹിച്ചവർ, എന്നെ നോവിച്ചവരൊക്കെ ആ ഒരു നോവ് അനുഭവിക്കാതെ കടന്നു പോയിട്ടില്ല. പിന്നെ വേറൊരു കാര്യവും കൂടെ ഉണ്ട്. എൻ്റെ നാളിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടെന്നാണ് പറയുന്നത്. ഞാനത് ഈ ഇടയ്ക്കായിട്ട് ചുമ്മാ ഇങ്ങനെ ഈ ജ്യോതിഷമൊക്കെ ഇങ്ങനെ റീൽസ് പോലെയൊക്കെ വരാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള റീൽസൊക്കെ വരാറില്ലേ, ഈ നാടുകാരെ നോവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചടിയാകും പ്രതിഫലം, അവർക്ക് നാശമാകും പ്രതിഫലം എന്നൊക്കെ പറയുമ്പോൾ ആരും എൻ്റെ നാളൊക്കെ കടന്നു വരാറുണ്ട്. അപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്നിൽ നിന്നും അകന്നു പോകുന്നവരെ, ദ്രോഹിച്ച് കടന്നു പോകുന്നവരൊക്കെ ഇത് അനുഭവിച്ചിട്ടാണ് ഇവർ അനുഭവിക്കുന്നത് ഞാൻ കൺമുന്നിൽ കാണാറുണ്ട്. അപ്പോൾ ഇത് സത്യമാണ്, എൻ്റെ നാടിന് അങ്ങനെയുണ്ട് എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. സർപ്പത്തിൻ്റെതാണ് സർപ്പം. പിന്നെ അങ്ങനെ ഒരു കാര്യമൊക്കെ ഉണ്ട്. അത് മാത്രമാണെന്നൊന്നും അറിയത്തില്ല. അതും കർമ്മ ഈസ് എ ബൂമറാങ് ആയിരിക്കും. എന്താ ചേട്ടാ നോക്കുന്നത്? പിന്നെ എന്താ വേറെ നമുക്ക് പറയാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ തന്നെയാണ്. ഒരുപാട് കുറച്ച് 3-4 ദിവസമായിട്ട് നമ്മളിങ്ങനെ മെൻ്റലി ഡൗൺ ആയിട്ട് പോകണം. ചേട്ടനിങ്ങനെ പിടിച്ച് എന്നെ കയറ്റാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല ഇപ്പം പോകുന്ന കാര്യങ്ങൾ. കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ മെൻ്റലി ഡൗൺ ആയിട്ട് ഇങ്ങനെ പോകുവാന്ന് ഞാൻ. ചേട്ടനപ്പം എപ്പോഴും എന്നെ ഇങ്ങനെ പിടിച്ച് കയറ്റാൻ നോക്കും. ഞാൻ കോളേജിൽ പോകണില്ല എന്ന് പറഞ്ഞോണ്ടിരുന്ന എന്നിട്ട് ചേട്ടൻ മുമ്പ് തള്ളി കോളേജിൽ ഞാൻ ഉച്ചക്കൊക്കെ കരഞ്ഞ് ആരും അറിഞ്ഞില്ല. പക്ഷെ ഞാൻ എൻ്റെ പ്രിൻസിപ്പളിനോട് ഞാൻ പറഞ്ഞ മെൻ്റലി ഭയങ്കര കൺഫ്യൂഷനിലാണ് മിസ്സേ എന്ന് പറഞ്ഞാൽ എൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അപ്പം മിസ്സ് പറഞ്ഞു തന്നു, കുറച്ച് ഇങ്ങനെ പറഞ്ഞു തന്നു, കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ മിസ്സെന്ന് പറയുമ്പം ഗവൺമെൻറ് ലോ കോളേജിലെ പ്രിൻസിപ്പളായിട്ട് റിട്ടയർഡ് ആയതാണ്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. അത് LLB LLM ഒക്കെ എടുത്തതും PhD ഒക്കെ LLMലൊക്കെ PhD ഒക്കെ എടുത്തൊക്കെയാണ്. എത്രയും അനുഭവ സമ്പത്തുണ്ട്. 60 above years ഉണ്ട്. നല്ല പ്രായമുള്ള മിസ്സ്. അപ്പോൾ അത്രയും അനുഭവങ്ങളുണ്ട്. 60 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്, 62 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. അപ്പം മിസ്സിനോട് ഇങ്ങനെ പറഞ്ഞു, പ്രത്യേകിച്ച് ലേഡിയൊക്കെ ആകുമ്പം നമ്മൾ കേൾക്കുമല്ലോ, കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പം അത് കേട്ട് അതെന്താണെന്നൊക്കെ നമ്മൾ അടുത്ത ദിവസം പറയാം കേട്ടോ. ഞാൻ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ കൺഫ്യൂഷൻ ആവാനുള്ള കാരണങ്ങൾ എന്നോട് പലരും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴും ഒരുപാട് സംഭവങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴും ഞാൻ 12 വർഷം പിന്നിലേക്ക് ഞാനങ്ങ് പോയി. എന്നിട്ട് അന്നുണ്ടായിട്ടുള്ള എൻ്റെ നേരെ വന്ന ആരോപണങ്ങൾ, എൻ്റെ മനസ്സ് വേദനിപ്പിച്ച കാര്യങ്ങൾ, ഇവൻ വളർന്നു വന്ന സാഹചര്യങ്ങളെല്ലാം ഞാൻ വീണ്ടും ആ 12 വർഷവും ഞാൻ ഓർത്തെടുക്കുമായിരുന്നു. അപ്പം ഓർത്തെടുത്തപ്പോൾ സത്യത്തിൽ ഒരു കൈത്താങ്ങാകാനൊന്നും ആരും ഉണ്ടായിട്ടില്ല കേട്ടോ, സത്യം പറയാം. അത് അമ്മ പോലും, എൻ്റെ അമ്മയാണെങ്കിലും അപ്പയാണെങ്കിലും എനിക്കൊരു കൈത്താങ്ങാകാനൊന്നും ആരും ഉണ്ടായില്ല. കൂടെ അവരുണ്ടായിരുന്നു എന്നല്ലാതെ ഒരു കൈത്താങ്ങെന്നൊന്നും പറയാനില്ലായിരുന്നു. ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വാടക വീടിലേക്കൊക്കെ മാറി അമ്മയും പപ്പയും കൂടെ വന്നെങ്കിലും അവർക്ക് ആരോഗ്യപരമായിട്ട് അവർക്ക് യാതൊരു ആരോഗ്യമില്ലാത്തൊരവസ്ഥയിലേക്കാണ് ഞാനും കടന്നു വരുന്നത്. വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയ്ക്ക് ക്യാൻസർ വന്നു. ആരും സഹായിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. എവിടെ നിന്നാണ് ഇതിനുള്ള ക്യാഷ് എന്തെങ്ങനെ ചെയ്തു എന്നൊന്നും ചോദിക്കാൻ അമ്മ പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ അവസ്ഥയിൽ നിന്നൊക്കെ വീണ്ടും പടിപടിയായിട്ട് കയറി വന്നതാണ്. അപ്പം ഈ അവസ്ഥകളെല്ലാം ഞാൻ ഈ 12 വർഷം അനുഭവിച്ച മെൻ്റലി, അപ്പം അന്ന് എന്നെ ഡിപ്രഷനിലേക്ക് കൊണ്ടെത്തിക്കാതെ നിന്നത് സത്യത്തിൽ സോഷ്യൽ മീഡിയയാണ്. 2016 മുതൽ ഞാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ടുണ്ട്. 2016 മുതൽ. അപ്പം FB ഫേസ്ബുക്ക് മുഖേന മ്യൂസിക്കലി ടിക്ടോക്ക് അങ്ങനെ കടന്നു വന്നതാണ്. അപ്പം അതുവരെ നമുക്ക് വേറെ നെറ്റ് പോലുമില്ല, ഫോണിനകത്ത് നെറ്റോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല.
യൂട്യൂബ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോയെന്ന് പോലും അറിയില്ല. സത്യത്തിൽ ഞാൻ ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത, സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാത്തൊരു വ്യക്തിയായിരുന്നു. ഫേസ്ബുക്ക് ഉണ്ട്, ഫേസ്ബുക്കിനകത്ത് ഇങ്ങനെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ കാണാം, അവരുടെ പേരൊക്കെ സെർച്ച് ചെയ്ത് അവരെ കിട്ടും, അങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോരുത്തരൊക്കെ പറഞ്ഞൊക്കെയാണ് ഞാൻ ആദ്യമായിട്ട് ഫേസ്ബുക്കൊക്കെ. എൻ്റെ സ്റ്റുഡൻറ്റ് ആണ് ജിഷ എന്ന് പറയുന്ന, ജിഷ മെറിൻബാബു എന്ന് പറഞ്ഞ സ്റ്റുഡൻ്റാണ് എനിക്ക് ആദ്യമായിട്ട് ഫേസ്ബുക്ക് എടുത്ത് തരുന്നത് പോലും. ആദ്യമായിട്ട് മംഗ്ലീഷ് കീബോർഡ് എടുത്ത് തരുന്ന ലക്ഷദ്വീപിലുള്ള മുഹമ്മദ് റാഫി എന്ന് പറയുന്ന എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അവൻ്റെ മൊബൈലിൽ നിന്നുള്ളത് നമുക്ക് നേരിട്ടെടുത്ത് തരുമായിരുന്നു, മംഗ്ലീഷ് കീബോർഡ് പോലും. അത് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാം, അങ്ങനെ ടൈപ്പ് ചെയ്താൽ നമുക്ക് മലയാളമൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞിങ്ങനെ കാണിച്ചു തന്നതും ഒക്കെ ആ സ്റ്റുഡൻറ്റാണ്. അപ്പം സത്യത്തിൽ സോഷ്യൽ മീഡിയ എനിക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു. ഒറ്റയ്ക്ക് ഒരുപാട് മെൻ്റലി ട്രോമയിലൊക്കെ അല്ലെങ്കിൽ ഡിപ്രസ്ഡാകേണ്ടുന്ന അവസ്ഥയിലൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചത് ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിനോട് എനിക്കൊരു ഇച്ചിരി ഇഷ്ടം കൂടുതലുണ്ട്. അപ്പം ഞാനിങ്ങനെ മൊബൈലൊക്കെ നോക്കും, നമ്മൾ വേറെ ചിന്തകളിലേക്ക് പോകുമ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്തിട്ട് മൊബൈൽ നോക്കി ആരുടെയെങ്കിലുമൊക്കെ റീൽസ് നോക്കും, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഡാൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ ചുമ്മാ ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കും. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മളിരുന്ന് ചെയ്യും കേട്ടോ. അപ്പം നമ്മളെ ഒരു പരിധി വരെ, പക്ഷെ ഞാൻ ഒന്നിനും അഡിക്റ്റ് അല്ല. നമുക്കിപ്പോൾ യൂട്യൂബ് നഷ്ടപ്പെട്ടാലോ ടിക്ടോക്ക് പോയി എന്ന് വെച്ചാലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോയി എന്ന് വെച്ചാലോ ഒന്നും നമ്മൾ അങ്ങനെ ഒന്നിനും അഡിക്റ്റ് ഒന്നുമല്ല ഞാൻ, ഒന്നല്ലെങ്കിൽ മറ്റൊന്നെന്നുള്ള രീതിയിലേക്ക് ആ ഒരു മെൻറ്റാലിറ്റി എനിക്ക് ചെറുപ്പം വരെ ഉള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയൊക്കെ സംസാരിച്ചപ്പോഴത്തേക്കും കുറേ നാളായിട്ട് നമുക്കിങ്ങനെ ദുഃഖങ്ങളിലേക്ക് നമുക്ക് വേറെ പ്രയാസം ഈ വീട്ടിൽ നിന്നോ ചേട്ടനിൽ നിന്നോ അങ്ങനെയൊന്നുമല്ല. ചേട്ടനൊക്കെ നല്ല കൈത്താങ്ങ സത്യത്തിൽ കേട്ടോ. നമ്മൾ അങ്ങോട്ട് വയ്യാന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും മെൻ്റലി പവറൊക്കെ തന്ന് നമ്മളെ ഇങ്ങനെ കൈ പിടിച്ച് കൊണ്ടുവരാനൊക്കെ. പിന്നെ ഇവനും ആണ് കേട്ടോ, ഇവന് നമ്മൾ കരഞ്ഞോ സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇവൻ വന്നിട്ട് നമ്മളെ ചിരിപ്പിക്കാനൊക്കെ നോക്കും. ഇപ്പം ചേട്ടനാണെങ്കിൽ ഇവന് വഴക്ക് പറഞ്ഞാൽ ഇവനെ തമാശയായിട്ട് എടുക്കുകയുള്ളൂ. അങ്ങോട്ടും ചെന്നിട്ട് എടാ മാറി നിൽക്കണ, വേറെ കാര്യം ചിന്തിച്ചോ അല്ലെങ്കിൽ വല്ല ഓർക്കുവാണോ, മാറി നിന്നിട്ട് ശല്യം ചെയ്തോ, ഇവൻ പിന്നെയും ചെന്ന് ശല്യം ചെയ്യും. ഇപ്പം എന്നെപ്പോലെ അറ്റാച്ച്മെൻറ്റ്, ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ് അല്ലടാ. വഴക്ക് പറഞ്ഞാൽ ഇപ്പം അങ്ങോട്ട് ചെന്ന് വീണ്ടും കുത്തു കൊടുക്കൂലടാ, എന്നിട്ട് ചിരിച്ചോണ്ടേ ഇരിക്കും. ആദ്യമൊക്കെ വഴക്ക് പറയുമ്പോൾ ഇവന് ഭയങ്കര വിഷമാകുന്നു അല്ലടാ ആനസൂട്ട. പിന്നെ എടാന്ന് വിളിക്കുന്ന ഒത്തിരി പേര് പറഞ്ഞു കൊച്ചിനെ എടാന്ന് വിളിക്കില്ലെന്ന് പറഞ്ഞു. നമ്മുടെ ഇങ്ങോട്ടുള്ള രീതിയാണ് കേട്ടോ എടാന്ന് വിളിക്കുന്നത്. അത് മൂവാറ്റുപുഴ തൊടുപുഴ ഏരിയയിലേക്കൊക്കെ മോനെ കിടാവേ ഉണ്ണി ഇങ്ങനെയൊന്നും വിളിക്കാറില്ല. എടാ എന്താടാ പോടാ വടാ വാട കുളിച്ചില്ലേ വാട അങ്ങനെ. അപ്പം നമ്മൾ കോളേജിൽ നിന്ന് ഇപ്പം എനിക്ക് എക്സാം ഡ്യൂട്ടി ഉണ്ടായിരുന്നു, ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പം നമ്മുടെ കോളേജിൽ വന്ന് ചേട്ടൻ എന്നെ കൊണ്ടുവരും ചെയ്ത് വന്ന് പാല് ഒരു കാര്യം ചെയ്യാമോ കൊച്ചാ പോടെ ഇറങ്ങാവുന്നു. ഞാൻ എക്സാം ഡ്യൂട്ടി ആയിരുന്നു, കാറിനകത്ത് പാലിരിപ്പുണ്ട് ആ ഫ്രണ്ടിൽ, ഞാൻ ഇരുന്നതിൻ്റെ കാല് വെച്ചിനോടത്ത് പോയി എടുത്തോണ്ട് പോവാം. അത് എടുക്കാൻ മറന്നു, നിലത്തായിരുന്നു. അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് വിശേഷം പറയാനായിട്ട്. അടുത്ത വിശേഷം നിങ്ങളൊരിക്കലും ചിന്തിക്കാത്ത, നിങ്ങളൊരിക്കലും ഞാൻ കാത്തിരുന്ന കാര്യമൊക്കെ തന്നെയാണ്. 12 വർഷങ്ങളായിട്ട് കാത്തിരുന്ന കാര്യമാണ്. പക്ഷെ ഇങ്ങനെ സംഭവിക്കുമെന്നൊന്നും നമ്മൾ ഓർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മളൊരു കാര്യം ചെയ്യാൻ പോവാണ്, വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എന്താ ഏതാന്നൊക്കെ നമ്മൾ പറയാം. അവിടെ ഇവിടെയൊക്കെ തൊടാതെ പറഞ്ഞു. അപ്പം കൂടെ ചേർത്ത് നിർത്തിയവർക്കും ചേർന്ന് നിന്നവർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെ എൻ്റെ ഈ ലൈഫിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്, ഞാൻ വളരെ ഹാപ്പിയാണ് കേട്ടോ. അത് വേറെ, ഈ ലൈഫിൽ ഞാൻ ഹാപ്പിയാണ്. പക്ഷെ ചില കാര്യങ്ങൾ 12 വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോകുന്ന ചില കാര്യങ്ങൾ കുത്തി നോവിക്കുന്നുണ്ട്, ചിലതറിയാതെ കണ്ണ് നനയിക്കുന്നുണ്ട്. അതൊക്കെ ആയിട്ട് നമ്മൾ നാളെ വരാം. അപ്പോൾ വീണ്ടും പുതിയ വിശേഷമൊക്കെ ആയിട്ട്, പഴയ വിശേഷം പുതിയതായിട്ട് കൊണ്ടുവരാം. അപ്പോൾ ബൈ.